ജോലിക്ക് സ്വാഗതം. ഓട്സ് ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാൻ ഹീറ്റ് ചെയ്യാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് കോക്കർ ഓട്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് 1 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയത്തിൻ്റെയും ലോയുടെയും സെൻറ്ററിൽ ഫ്ലെയിം ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് നേരം എടുക്കും. 4 മിനിറ്റ് നേരം കൊണ്ടാണ് ഇത് വറുത്ത് വരിക. അപ്പോൾ നല്ലൊരു മണം വരും. നമ്മൾ ഇത് ഫ്രൈ ആയി വരുന്നൊരു മണം വരും. ആ മൂത്ത മണം വരുന്നത് വരെ നമുക്കിത് വറുത്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടത്. ആദ്യം ഒന്ന് ഇട്ടു, ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിൽ ഇട്ടിട്ട് നമ്മൾ ഓട്സ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ 4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തു. അതായത് നമ്മൾ മൂത്ത മണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ സമയം മീഡിയം ഫ്ലെയിമിൽ ഇടരുതെന്നാണ്. അതായത് നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞ ശേഷം ഞാൻ ഉടൻ തന്നെ ലോ ഫ്ലെയിമിലിട്ടു. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിത് 4 മിനിറ്റ് നേരം, കൃത്യം 4 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തു. അപ്പോൾ നല്ലൊരു മൂത്ത മണം വരില്ല. ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. സെയിം പാൻ തന്നെയാണ് ഞാനിനി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലോട്ട് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഹെൽത്തി വേർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഓയിൽ ഉപയോഗിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല വെച്ചെങ്കിൽ ഓയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരം കൂട്ടി കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്റ്റ് 1 ടേബിൾ സ്പൂണാണ് ഓയിൽ ചൂടാക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലെയിമിൽ ഓയിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഫ്ലെയിം കൂട്ടി കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് പൊട്ടിക്കാം. കടുകെല്ലാം 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ കയ്യിൽ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഫ്ലെയിം റെഡ്യൂസ് ചെയ്ത് വെച്ചു. റെഡ്യൂസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് സവാള ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ 2ആക്കി പിളർന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നമുക്കൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. സവാളയൊക്കെ സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളെ സവാള നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതി, ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ 6 ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇത് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. 2 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് നമ്മൾ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വഴറ്റി എടുക്കാം. ഇപ്പം ഞാൻ 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമ്മൾ ക്യാരറ്റും ബീൻസും ഒക്കെ വഴറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം നമ്മളുടെ ഉപ്മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ഉപ്മാവിനുള്ള വെള്ളം തിളച്ചു. ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം ഞാൻ ഓട്സ് നമ്മൾ ഫ്രൈ ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടാണ്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഇതാണ്. നമ്മൾ ഈവനിങ് ഒക്കെ ഇത് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി കൊളസ്ട്രോളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് ഓട്സ് വേവിച്ച് കഴിക്കുന്നതിനെക്കാട്ടി ഫാറ്റ് കുറവ് ഇതാണെന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു 4 മിനിറ്റ് നേരം കേട്ടോ. ഫ്ലെയിം ഓക്കെ, നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 4 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം.
നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓട്സ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഓട്സ് ഉപ്മാവിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.